വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം തന്നെ ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ അത് മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തില് മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും കൂടുതൽ അബ്യൂസ്ഡ് ആവുകയും സ്റ്റിഗ്മ വരികയും ഈ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് എന്ന് ഇതുവരെ അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റിഗ്മയുടെ പ്രധാന കാരണം. അവിടെ സയൻസ് കൊണ്ടുവന്ന് മാനസിക പ്രശ്നങ്ങൾ തലച്ചോറിന്റെ പ്രശ്നങ്ങളാണ്. മറ്റ് അസുഖങ്ങളെ പോലെ തന്നെ പ്രഷറും ഷുഗറും എപ്പിലെപ്സിയും മറ്റു അസുഖങ്ങളും ചികിത്സിക്കുന്ന പോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്കും അതേ ഡിഗ്നിറ്റിയോടുകൂടി രോഗികൾക്ക് ഹോസ്പിറ്റലിൽ വരാനും ചികിത്സിക്കാനും ഈ വഴിയിൽ ഇങ്ങനെ അടഞ്ഞു നടക്കുന്ന ആൾക്കാരല്ല അവര്. ഹാർട്ട് അറ്റാക്കോ കാല് വയ്യാത്തവരോ ഒന്നും അസുഖം കാരണം നെഞ്ചുവേദനയായിട്ട് വഴി കിടന്ന ആരാണെങ്കിലും എടുത്തു കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ പേഷ്യൻസ് കുളിക്കാതെയും വലുതൊക്കെയാതെ നടന്നാൽ അവർ അവജ്ഞയോടെയാണ് കാണുന്നത്. ഇതൊരു അസുഖം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അവയർനെസ് വളരെ കാര്യമായിട്ട് വേണം. ഈ റീഹാബിലിറ്റേഷന്റെ കാര്യം പറയുമ്പോൾ ഇതുപോലുള്ള സെന്ററുകളിൽ നമ്മൾ താമസിപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് പള്ളിയുടെയോ അല്ലെങ്കിൽ NGOസോ ചെയ്യുന്നു. പക്ഷെ എത്ര നാളെ നമുക്ക് ഇങ്ങനെ എണ്ണം കൂടി ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് മെന്റൽ ഹോസ്പിറ്റൽ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരം റിക്കവറി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഇവരെ സ്ഥാപനങ്ങളിലല്ല, അവരവരുടെ വീടുകളിൽ, അവരവരുടെ പഞ്ചായത്തുകളിൽ, അവരുടെ കുടുംബങ്ങളിൽ അച്ഛനോ അമ്മയോ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അത് പഴയ പോലെ പറ്റില്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ ഒരു മീനിങ് ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ റീഹാബിലിറ്റേഷന്റെ ഉദ്ദേശം. രാധാകൃഷ്ണൻ സാർ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേരളത്തിലെ റോഡില് പേഷ്യൻസിന്റെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ശരി തന്നെ. പക്ഷെ നമ്മൾ ഏറ്റവും ഈ ആക്ടുകളൊക്കെ വന്നപ്പോഴും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മാനസിക രോഗത്തിൽ ബാധിക്കപ്പെട്ട ആൾക്കാരുടെ ഈ രോഗത്തെപ്പറ്റി അവർക്കൊരു അവയർനെസ് അവർക്കും അവരുടെ കുടുംബത്തിനും ഇല്ല. ഇത് ഏർപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പോരായ്മ. 15 വർഷവും 20 വർഷവും തൃശ്ശൂരിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ മരുന്ന് കഴിച്ചിട്ട് അവരുടെ ഫാമിലി നമ്മളെ കാണുന്നു. സാറേ 10 വർഷമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ഇനി എത്ര വർഷം കൂടെ കഴിച്ചാൽ സുഖമാകും? ഇതാണ് അവരുടെ ചോദ്യം. അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ടൊരു മരുന്ന് കഴിച്ച് നമ്മൾ ഇതിങ്ങനെ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് പോയി അവരെന്തെങ്കിലും രീതിയിൽ ഒപ്പിറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഈ രോഗത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവയർനെസ് നമ്മൾ ഈ രോഗികൾക്കും അവരുടെ കുടുംബത്തിനും ആ ഒരു സമൂഹത്തിനും നമ്മൾ ആദ്യം ഏർപ്പെടുത്തണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ വളരെ പുറകിലായിപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ 300 പേരുണ്ട്. ഈ 300 പേര് എന്ന് പറയുമ്പോൾ നമുക്ക് 200 പേർക്കുള്ള സൗകര്യം ഉള്ളിടത്താണ് 300 പേര് താമസിച്ചത്. കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും രൂപപ്പെട്ടു വരുന്നില്ല. ഈ സ്ഥാപനങ്ങളെല്ലാം ഓവർലോഡഡാണ്. നമ്മുടെ സംവിധാനങ്ങളെല്ലാം പൂറായി. അതുപോലെ അഡ്മിഷന്റെ ആവശ്യം കൂടി വരും. അപ്പൊ ഇതൊരു വലിയ ഇംബാലൻസ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ സൊസൈറ്റിയുടെ ആ ഒരു കാലിബർ അനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങൾ റിജിഡ് ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ വർക്ക് ചെയ്യാൻ പറ്റാതെന്നുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒന്നിനെ കൂടുതൽ സ്ഥാപനങ്ങൾ വരണം, അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ നമ്മളോട് ഫ്ലെക്സിബിൾ ആയിട്ടാണ്. ഇപ്പൊ മാത്രം പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന ലിസ്റ്റ് കൊണ്ടുപോകും. ഒരു ഗവൺമെന്റ് ഒരു ഓഫീസർ എന്ന് പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ സംവിധാനം റൺ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഹെൽത്തുകാര് നമ്മളോട് നന്നായിട്ട് ഇടപെടും, അത് ആവശ്യമാണ്. പക്ഷേ ഒരു ആശുപത്രി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ കൈകാര്യം പേഷ്യൻസ് നിങ്ങളുടെ അടുത്ത് തുപ്പി അവിടെ മൂത്രമൊഴിച്ച് കഴിഞ്ഞു പോകുന്ന പേഷ്യൻസാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു 30% 40% ഉള്ളത്. അപ്പൊ അവരെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഓർഗൻ ചെയ്യാനും ആ പറയുന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനും പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ കെയർ ചെയ്യുന്ന ആളുകളുടെ ഒരു മാനസിക സ്ഥിതി അനുസരിച്ച് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തോളൂ പോയിക്കോളെന്ന് പറഞ്ഞാൽ അതൊരു ഇംബാലൻസ് ആയിട്ടുള്ള ഒരു തത്വം. എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായിട്ട് തന്നെ ഒരു പാലനായിട്ട് കൂടുതൽ ഈ ചിന്തകൾ നമ്മളെ വേർതിരിക്കുന്നു.
ഒന്ന് മനുഷ്യൻ്റെ അവകാശം, നിയമങ്ങൾ, ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, അതൊരു വശത്ത്. വേറൊരു വശത്ത് സ്ഥാപനങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ആരംഭിച്ചത് സ്നേഹം എന്ന ഒരു അടിസ്ഥാന വിഷയത്തിലാണ്. ഈ സ്നേഹത്തിൻ്റെ നിയമങ്ങളും ലോകത്തിന് മനുഷ്യരുണ്ടാക്കുന്ന മറ്റ് നിയമങ്ങളും തമ്മിൽ ഒത്തുപോകാറുണ്ട് പലപ്പോഴും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അങ്ങനെ കോളോണിയത്തുള്ളൊരു സ്ഥാപനത്തിൽ കളക്ടർ ഇങ്ങനെ വിസിറ്റ് ചെയ്തു. കളക്ടർ പറഞ്ഞു, നിങ്ങളുടെ കുളിമുറി ഒന്ന് കാണും, ഇത് കുളിക്കുന്ന സ്ഥലം. അപ്പം കുളിക്കുന്ന സ്ഥലം കാണിച്ചു വിട്ടപ്പോൾ അതേ സമയം കുളിക്കുന്ന കോമൺ ബാത്റൂമാണ് ആ സ്ഥാപനത്തിലുള്ളത്. പിന്നെ അവർ കിടക്കുന്നിടത്ത് ഉറങ്ങുന്നിടത്ത് വേറെ, ഓരോ ഹോളിലും പ്രവേശിച്ച് വേറെ. പക്ഷേ രാവിലെ എല്ലാവരും ഒന്നിച്ച് കുളിക്കുന്ന സംവിധാനമാണ് ഇവര് കോമൺ ആയിട്ട് കൊണ്ടു. കളക്ടർ പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവകാശത്തിൻ്റെ ലംഘനമാണ്. കോവിഡിന് ശേഷം പ്രത്യേകം മനസ്സിലാക്കിയത് പ്രാദേശിക തലത്തിൽ മാനസിക രോഗിയുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ഞാൻ ഭരണഘടനയുടെ 5ാമത്തെ പില്ലർ എന്ന് പറയുന്നത് NGOs ആണ്. ആ NGOസിനെ കൃത്യമായി ഏറ്റെടുത്തത് തൃപ്തര പഞ്ചായത്തുകളാണ്. ഈ തൃപ്തര പഞ്ചായത്തുകളുണ്ട് എന്നതുകൊണ്ടാണ് NGOസിനെ അങ്ങ് മാറ്റുന്നത് ഗവൺമെൻറ്റുകൾ. അതിനുശേഷം അപ്പോൾ ഒന്നെങ്കിൽ NGOs രംഗത്ത് വരണം. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ ഒരു പ്രാദേശിക തലത്തിൽ ഒരു മാനസികാരോഗ്യ സാക്ഷരതാ പദ്ധതി ആരംഭിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ പഞ്ചായത്തിലൊന്ന് ആരംഭിച്ചു. ആ പദ്ധതിയിലൂടെ മാത്രമാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ നടപ്പിലാക്കാൻ നമുക്ക് കഴിയുള്ളൂ. കാരണം സ്ഥാപനങ്ങൾ എത്ര ഉണ്ടായാലും മര്യാദത്തില്ല. മറിച്ച് നമ്മുടെ പ്രാദേശിക തലത്തിൽ ആ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തമായി മാറ്റണം ഇത്തരം പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ വ്യത്യസ്തമായ ഒരു കേരള സ്റ്റോറിയാണ് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ അനേകം മോഡൽ പ്രസ്ഥാനങ്ങളും പരിപാടികളും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം അതില് ഹോംലെസ് ആയ മാനസിക രോഗമുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ പ്രസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ ഒരു സ്പെസിഫിക് സ്റ്റോറിയാണ്. ഇതൊരു പക്ഷേ മറ്റു സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും അവിടെയും ചുക്കാൻ പിടിക്കുന്ന കൂടുതൽ ആളുകൾ മലയാളികളാണ്. അപ്പം ഞാൻ ഈ വിഷയത്തിൽ PhD ചെയ്യാൻ, ഗവേഷണം ചെയ്യാൻ കാരണവും ഈ പ്രവൃത്തിയുടെ ഒരു മൂല്യം കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പഴയ പോലെ ഗ്രാമപ്രദേശങ്ങളിലോ ടൗണുകളിലോ ഒക്കെ അലഞ്ഞു കിടക്കുന്ന ആളുകളെ അധികം കാണുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവും ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമാണ്. കാരണം സീരിയസ് മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് സർക്കാരിനോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രസ്ഥാനങ്ങൾക്കൊന്നും സാധ്യതയില്ല. ആ സ്ഥലത്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഇവരെല്ലാം ചെയ്യുന്ന പ്രായോഗിക കാര്യങ്ങളൊക്കെ പറഞ്ഞത്, പ്രായോഗികമായ ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് പറയുന്നത്. അവിടെ നമ്മൾ പറയുന്ന ഐഡിയൽ ആയ സാഹചര്യമുണ്ട്, ഏറ്റവും നല്ലത് എന്തായിരിക്കണം എന്നുള്ള സാഹചര്യമുണ്ട്. ഇത് തമ്മിൽ ഒത്തുപോകാൻ എളുപ്പമാണ്. കാരണം ഐഡിയൽ ആയിരിക്കുന്നത് നമ്മളുടെ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ പോലും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഏറ്റവും നല്ല പേയ്മെന്റ് മേടിച്ച് നടക്കുന്ന സ്ഥാപനം നടക്കുന്നില്ല. അപ്പൊ എന്റെ ആദ്യത്തെ കൗതുകം കൊണ്ട് ഞാൻ ഈ ഹോംലെസ് സെന്ററുകൾ, സന്തോഷ് സാറിനെ പോലുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലെ താമസിക്കുന്ന ആളുകളുടെ ഒരു ആളുകളെ കുറിച്ചും അതേപോലെ പെയ്ഡ് റീഹാബ് സെന്ററുകളിൽ താമസിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ സാധ്യതയുണ്ട്. ഇത് കമ്പയർ ചെയ്യാൻ മനസ്സിലാകുന്നത് വളരെയധികം കാശ് കൊടുത്ത് താമസിക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കും ഇവിടെ താമസിക്കുന്ന ആളുകൾക്കും തമ്മിൽ യാതൊരുവിധ ക്വാളിറ്റി ഓഫ് ലൈഫ്, എല്ലാവരുടെ ജീവിത ഗുണനിലവാരത്തിൽ വ്യത്യാസമില്ല എന്നാണ്. അതിനർത്ഥം അധികം പൈസ മുടക്കുകയോ അല്ലെങ്കിൽ വലിയ സംവിധാനം ഉണ്ടാവുകയോ അല്ല വേണ്ടത്, അവർക്ക് വേണ്ട എസെൻഷ്യൽ കെയർ കിട്ടുക എന്നുള്ളതാണ് വേണ്ടതെന്ന് മനസ്സിലാവുക. അപ്പൊ ഈ എസെൻഷ്യൽ കെയർ എന്ന് പറയുന്നത് ഒരു മിഷനാണ്. ആരും ഒരു മുൻവിധിയോടെ കാഴ്ചപ്പാടോട് കൂടി കുറേ ആളുകളെല്ലാം 10 വർഷം ഏകദേശം അത്രയൊക്കെ ശേഷമാണ് കൂടുന്നത്. കൂടാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ മെന്റൽ അതോറിറ്റിയുടെ കർശനമായ ഇടപെടലാണ്. കാരണം നിയമപരമല്ല അല്ലാതെ ആരും മാനസിക രോഗികളെ അന്ന് പി. ശങ്കരൻ ആരോഗ്യവകുപ്പിൽ ആയിരിക്കുന്ന സമയത്ത്
പലരും പല അഭിപ്രായം. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു, സാറെ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി, 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കുറ്റി എടുത്തിട്ടല്ലേ ഉള്ളൂ. മോണിക്കൂർ എടുക്കാറുണ്ട്, 3 വഴിയാണ് അടിസ്ഥാനം ഇടാതെ മേൽക്കൂടെ വളർന്നവരാണ്. അത് പലരും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കണം. ഇപ്പൊ തന്നെയാണെങ്കിലും ഏറ്റവും നമുക്ക് പറ്റിയൊരു കാലാവസ്ഥയാണ്. അത് ബാബുരാജ് സാറുണ്ട്, അനിൽകുമാർ സാർ, ഇപ്പോൾ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെയും ലോക്കൽ അവാർഡ് ബോർഡിന്റെ ഒക്കെ അധികാര സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ഒരു സമയം. നമുക്ക് വേണ്ടി ആരും പറയാനില്ലാത്തൊരു കാലത്താണ് നമുക്ക്. അന്നൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നത് വേൾഡ് അസോസിയേഷൻ. വേൾഡ് അസോസിയേഷനാണ് വാസ്തവത്തിൽ കേരള ഫെഡറേഷന് ഒരു ഗുണമാണ്. അതിനുശേഷം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. ഇന്നലെ നടന്നപോലെ നമുക്ക് തോന്നുന്ന വർഷങ്ങൾ നമുക്ക് അതിനകത്തുനിന്ന് എന്നോട് എന്നെ പറ്റി ഗവൺമെന്റിലാണെങ്കിലും ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും സഹപ്രവർത്തകരുടെ ഇടയിലാണെങ്കിലും ഇത്ര ആളിടുന്നത്. ഒരാളെന്നോട് ചോദിച്ചിട്ട് ചെന്നൈയിലുള്ളൊരു അനൽഭമായൊരു ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ അതിന്റെ കാര്യം ഇന്നസെന്റ് പേര് കിട്ടാൻ പോകണം. അത് സത്യമായിട്ട് വല്ല കിട്ടാതിരിക്കുന്നത്. കാരണം സ്റ്റേറ്റിന്റെ ആവശ്യത്തെ കാണണമെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നമാണെന്ന് മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ അവിടെ എവിടേക്ക് ഇരിക്കണമെന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. ഇവിടെ വന്നവരൊക്കെ ആരൊക്കെയാകും, ആര് വഴിയാണ് വന്നതെന്ന് എനിക്ക് നല്ല തോന്നുന്നു. ഇവിടെ പറഞ്ഞൊരു കാര്യത്തിന്റെ അല്പം ജോലിക്ക് പണ്ട് വന്നിട്ടുള്ളൂ. നിയമം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പറയും നമ്മുടെ ജോലി നന്നായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നന്നായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. ഒരു തത്വം ആരംഭിക്കുന്നില്ല, പ്രശ്നം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നതായിട്ട് ശരിയാണ്. അപ്പോ ഇഷ്ടംപോലെ ഫണ്ടിന് സാധ്യതയുള്ള കാലമാണ്. ഫണ്ടിന് സാധ്യത എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പൊ CSR ഫണ്ടിന്റെ 4 ലക്ഷം കിട്ടുന്നതിന്റെ സമയം എന്റെ അടുത്ത് 300 കോടി 200 കോടിയൊക്കെ ആൾക്കാർ വരുന്നു. കിട്ടിയാൽ ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കുക. കാരണം നമ്മൾ വന്നൊരു വഴിയാണ്. അതിൽ പഠിച്ച ചുവടുകളല്ലാതെ വെച്ചാൽ പഠിക്കും. അതൊരു സംശയം. മനുഷ്യനെ സ്നേഹിക്കണം, എല്ലാവരും സ്നേഹിക്കണം എന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചില മാർഗങ്ങളുണ്ട്. ഇതിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ കൂടി ഒപ്പം ഞാനും നമ്മളിതിനെ സ്നേഹിക്കണമെങ്കിൽ ഈ വിരുദ്ധമായി കുറ്റമാറ്റങ്ങളാണ് നടക്കുന്നതെല്ലാം മനസ്സിലാക്കുന്നു. എല്ലാവരും മനസ്സിലാക്കും. എൻ്റെ കാഴ്ചപ്പാട് അവരെ ആരെങ്കിലും ബലം കൊണ്ടുപോയി വൃത്തിയാക്കി കൊണ്ട് ചെന്നാലേ അവർ രക്ഷപ്പെട്ടാൽ അതെല്ലാം നിയമം അങ്ങനെ ഓടിക്കൂടെ നടക്കാൻ നല്ല ടൂറിസ്റ്റുകൾ നടക്കുന്ന പോലെ തന്നെ അവർ രക്ഷപ്പെടാൻ നടക്കുക. അവരെ പിടിക്കാനൊന്നും നിയമമൊന്നുമില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ പറയും. പക്ഷെ ആ നിയമം തെറ്റിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. കാരണം അവർ രക്ഷപ്പെടുത്തണമെങ്കിൽ അതേ ഒന്ന് മാർഗം. അതെനിക്കറിയാം. ദൈവം തന്ന അറിവാണ്. ഞാനത് പല വേദികളിലും പറഞ്ഞു. അതൊരു നിയമം ഗവൺമെന്റ് ഉണ്ടാക്കണം. ഗവൺമെന്റ് ചെലവിൽ ഈ ഭൂമികളെ എല്ലാവരെയും പിടിച്ച് വൃത്തിയാക്കി ട്രീറ്റ്മെന്റ് വിധേയമാക്കാൻ ബാധ്യസ്ഥരാണ് ഗവൺമെന്റ്. അത് ചെയ്യാത്തതുകൊണ്ട് മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ മനുഷ്യനെ സ്നേഹിക്കണമെന്നുള്ള ഒറ്റ ആശയത്തിൽ മാത്രമാണ് ഇതെല്ലാം തുടങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം. ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വൃദ്ധരുടെ എണ്ണം കൂടുന്നു. ഇത് നോക്കാനായിട്ട് വീടുകളിലേക്ക് കൊണ്ടുപോയി ആളില്ല. ചെറിയ ഉദാഹരണം, എൻ്റെ വീട്ടില് എനിക്ക് 70 വയസ്സായി, എൻ്റെ ഭാര്യയ്ക്ക് 66 വയസ്സായി, അമ്മായിയമ്മയ്ക്ക് 95 വയസ്സായി. അമ്മായിയമ്മ നോക്കാൻ ആളുണ്ട്, ഞങ്ങൾക്കൊന്നും നോക്കണം. അത് മാത്രമല്ല ഈ പ്രായത്തിൽ നോക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ എനിക്കുള്ള ബന്ധുക്കളിൽ ഒരു 6ഓളം വീടുകളുണ്ട്. ഏറ്റവും ചെറുപ്പമുള്ള ആള് 80 വയസ്സ്, ഒരമ്മായി. ബാക്കി എല്ലാവരും 95, 80. ഇവരുടെ ഒരു വീട്ടില് മാനസിക വീട്ടിൽ ആരാ നോക്കുക? സ്ഥാപനങ്ങൾ വേണം.
ഈ മക്കളെല്ലാവരും അമേരിക്കയിലും മറ്റൊക്കെ അവർക്ക് ആർക്കും ആസ്തി ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. അത് വീട് മേടിക്കാനാണ് മാറുമായിരിക്കും. പക്ഷേ പ്രതിസന്ധി കൊണ്ടിരിക്കുകയാണ്. റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. രണ്ട് അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി ആണ് ഉണ്ടാവുന്നത്. ചിലർക്ക് കുട്ടികളുമില്ല. അപ്പം എന്താ പറ്റുന്നത്? റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളർച്ചയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ഥാപനങ്ങൾ വേണം. ഈ അതിൻ്റെ ആവശ്യം സന്തോഷം പറഞ്ഞ എനിക്ക് ആവശ്യം വെച്ചാൽ ഈ വോൾട്ടേജിന് നമുക്ക് നോക്കാനായിട്ട് വീട്ടിൽ പോയി നോക്കാൻ പറ്റില്ല. എറണാകുളത്ത് ഇവരുടെ അനിലിൻ്റെയൊക്കെ ഇതിനകത്ത് കുറെ വിലകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഹെൽത്ത് മാത്രമല്ല, ഈ വയസ്സായവർക്ക് ബാങ്കിലൊരു നിയമമുണ്ട്. സീനിയർ സിറ്റിസൺ 80 വയസ്സ് കഴിഞ്ഞവർക്ക് ബാങ്കുകാർ വന്ന് വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. സംസാരിച്ചവൻ പറഞ്ഞു ഇവിടുത്തെ രോഗികൾ കുറയുന്നുണ്ട്. അതിന് വേറൊരു അർത്ഥങ്ങളുണ്ട്. ഈ കുറയുന്ന രോഗികൾ കുറേ തമിഴ്നാട്ടിലേക്ക് നടന്നു പോകുന്നത്. ഡോക്ടർ ഭരത് വത്വാനി എന്ന് പറഞ്ഞൊരു മാക്സസ് അവാർഡ് കിട്ടിയ ആൾ പറയുകയുണ്ടായി. അവരുടെ പുള്ളിയുടെ പ്രധാന പരിപാടി ഈ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ വന്ന ആളുകളെ തിരിച്ച് അവരുടെ നാട്ടിലെത്തിക്കുന്ന ഇതാണ്. അപ്പൊ അത് ധാരാളം മലയാളികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ നമ്മുടെ അനിൽ പറഞ്ഞ പോലെ WHO ടീവിലത്തെ ഒരു പുതിയ സ്ലോഗൻ ടുഗദർനെസ് ആൻഡ് വിത്ത് സയൻസ്. നമ്മൾ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടുക, അതിൻ്റെ കൂടെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. ഇത് തന്നെയാണ് 25 വർഷം മുമ്പ് നമ്മുടെ റീഹാബിലിറ്റേഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പ്രധാന പ്രേരക ശക്തിയായി വന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വചിന്തയാണ്. കാരണം 5 പേര് കൂടി തുടങ്ങിയതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതില് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന നേതാക്കന്മാർ ആരുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയത്. ഇത് വളർത്തിയ KPSC സാമ്പത്തികരും ഒക്കെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസോ അല്ല വരട്ട് തത്വവാദമൊന്നും പഠിക്കാനല്ല ആളുകൾ പോയത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്നുള്ള നാടകം കണ്ടപ്പോൾ ആളുകൾക്ക് അതിൽ കൂടി പ്രചോദനമായി. KPSC ഉണ്ടാക്കിയ നാടകങ്ങൾ, ആദ്യകാലത്തെ നാടകങ്ങൾ, അതുപോലെ തന്നെ സാംബശിവന്റെ കഥാപാത്രങ്ങൾ, K. ജോർജിന്റെ പാട്ടുകൾ, ഇതൊക്കെയാണ്. പാമ്പുകൾക്ക് മാണമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിനിടവില്ലെന്ന് പറയുമ്പോൾ അത് മനസ്സിലായി എന്താണ് സംഭവം. പിന്നെ വേറെന്തെന്ന്, എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോന്നു ഞാൻ, വിളക്ക് മരമേ വെളിച്ചം നൽകും. ഈ വിളക്ക് മരം എന്ന് പറയുന്ന അറിവാണ്, ജ്ഞാനമാണ്. പലരിൽ നിന്നും കിട്ടുന്ന വിജ്ഞാനം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഇതിനായിട്ട് ഞങ്ങളന്ന് പ്ലാൻ ചെയ്തൊരു കാര്യം, ഈ സ്ഥാപനങ്ങളെല്ലാം സന്ദർശിച്ചു. ഡോക്ടർ മുരളി, സന്തോഷ്, ഞങ്ങൾ കൂടി കേരളം മുഴുവനുള്ള സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. പല സ്ഥലത്തും താമസിച്ചു. അവരുടെ രോഗികൾ കൊടുക്കുന്ന ഫുഡ് തന്നെ ഞങ്ങൾ കഴിച്ചു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേ അവിടുത്തെ പ്രധാന ചികിത്സ മരുന്നൊന്നുമില്ല, സൈക്കാട്രിക് കൺസൾട്ടേഷൻ ഒന്നുമില്ല. അവിടെ ഒരു വിളക്കുണ്ട്. പ്രാർത്ഥനാ മുറിയിൽ ഒരു 24 മണിക്കൂർ നിറഞ്ഞു കിടക്കുന്ന ഒരു കിടാവിളക്കുണ്ട്. ആ കിടാവിളക്കിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിന് ഓരോ സ്പൂൺ എണ്ണ എല്ലാവരുടെയും വായിൽ ഒഴിച്ചു കൊടുക്കും. ആ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ കൊണ്ട് നമുക്ക് മരുന്ന് കൊടുപ്പിക്കാൻ പറ്റി. അതാണ് സൈക്കോസോഷ്യൽ റീഹാബിലിറ്റേഷനിൽ നമുക്ക് WPR ഏറ്റവും വലിയ വിജയം. അതിലെ ഏറ്റവും നല്ല ഉദാഹരണം, അതെനിക്ക് അങ്ങനെ ഉപദേശം തന്നത് മാണി സാറാണ്. ഇതുപോലൊരു മീറ്റിങ്ങിലൂടെ വന്നു. അപ്പം ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ബാബുരാജ് സാറിനോട് ഇപ്പം പ്രസംഗത്തിനിടയ്ക്ക് ആവശ്യപ്പെട്ട പോലെ ഞാൻ പറഞ്ഞു, ഇതിന് നമുക്കൊരു നിയമം ഉണ്ടാക്കണമെന്ന് മാണി സാർ പറഞ്ഞു. ഡോക്ടർ ഒരു കാര്യം ചെയ്യും, ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് ട്രിവാൻഡ്രത്ത് വരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടിരുന്നു. അതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി. ആശുപത്രികൾക്ക് വെയിറ്റ് മെഷീൻസ് സ്റ്റാമ്പ് ചെയ്യണം, പതിപ്പിക്കണം എന്നൊരു നിയമം ഉണ്ടായി. അന്നും ഈ വെയിറ്റ് മെഷീനിൽ വെയിറ്റ് മെഷീൻസ് ഉദ്യോഗസ്ഥന്മാർ കയറി എല്ലാ ആശുപത്രികളിലും ത്രാച്ച് നോക്കിയിട്ട് കേസ് ചാർജ് ചെയ്തു. ഇതൊന്നും പതിപ്പിച്ചതല്ല. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മണിസാറിനെ ഉപയോഗിച്ച് ഞങ്ങളൊരു മീറ്റിംഗ് വെച്ചു. അന്ന് വെയിറ്റ് മെഷീൻസ് കൺട്രോളർ ജോസഫ് എന്ന് പറയുന്ന ആളാണ്. ജോസഫ് സാറുണ്ട്, ബാബു പോൾ സാറാണെന്ന് ചീഫ് സെക്രട്ടറി. ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഈ ജോസഫ് സാർ വന്നത് ഡ്രൈവർ ഒരു കെട്ട് പുസ്തകം എടുത്തുകൊണ്ട് വന്നതാണ്. ഉടനെ മാണി സാർ ആദ്യം പറഞ്ഞൊരു മറുപടിയുണ്ട്, ജോസഫ്, ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ഈ നിയമം ഒന്നും പഠിക്കാനല്ല. ആശുപത്രി ഡോക്ടർമാർ വെയിറ്റ് നോക്കിയിട്ട് വെയിറ്റ് കൂടിയ ഫീസ് 50 രൂപയുടെ കൂട്ടുന്ന രീതി ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് സമ്മതിക്കും. ഇത് അങ്ങനെ അതിൻ്റെ ഒരു മെഡിക്കൽ ഭാഗമായിട്ട് എടുക്കുന്നതാണ്. അതത്ര പ്രസ് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് ആ നിയമം 25 വർഷത്തെ കറങ്ങിയില്ല. പിന്നെ ഈയിടെയാണ് വേറെ രീതിയിൽ അത് പിന്നെ ഇത് ചെയ്തു. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മുടെ പ്രായോഗിക വശം കൂടി മനുഷ്യത്വപരമായ ഒരു സമീപനം
ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകും? നമുക്ക് അവർ പെർസ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ അവരുടെ പുറകെ കൂടണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സന്തോഷം കൂടി നിയമം ഉണ്ടാക്കാനായിട്ട് എത്ര പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. റോഹിത്തിനോട് ചോദിച്ചാൽ അറിയാം. ഈ നിയമം എഴുതി ഉണ്ടാക്കുന്ന ഒരു ദിവസം രാത്രി റോഹിത്തിനും ഞാനും സന്തോഷം കൂടി എൻ്റെ വീട്ടിലിരുന്നു. അന്ന് റോഹിത്ത് തിരിച്ച് അവിടെ നിന്ന് പോയ 2:30 മണിക്കായിട്ട് വന്നല്ലേ, സന്തോഷമുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങൾ ഇത് എഴുതി ഉണ്ടാക്കുന്ന ആദ്യ നിയമം. അപ്പോൾ ഇതിൻ്റെ മുന്നേ 32 പ്രാവശ്യം ഞങ്ങൾ തിരുവനന്തപുരം സെക്രട്ടറി ചങ്ങനാശ്ശേരിയിൽ പോയിട്ടുണ്ട്. എന്നിട്ട് 10 വർഷം എടുത്തു നിയമമായി വിടാനായിട്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള പക്ഷേ എല്ലാ നിയമങ്ങളും ഉണ്ടാകട്ടെ, നമുക്ക് അതിൻ്റെ ഭവിഷ്യത്തിൽ പറഞ്ഞു കൊടുക്കാം. ഇത് ഇന്നവർ മാറ്റുന്നതിന് ഒരു വിവേകമുള്ള പല മന്ത്രിമാരും ഇതിനകത്ത് സഹകരിക്കും. അവർക്ക് നമ്മളെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളതാണ്. പക്ഷേ ഒരാളെ അതിനെതിരായിട്ട് പ്രവർത്തിച്ച് പോയി ഒരു ഗുരുമാരെ ചാടി നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ചർച്ച ചെയ്ത് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ചിലത് നമുക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റേണ്ടി വരുന്ന നിയമങ്ങൾ ഈ വന്നതിലും നമുക്കിതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് ഇത് നമുക്ക് അവരോട് സർക്കാരുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്യുന്നതിൽ നമുക്ക് പുതിയ പുതിയ മാനദണ്ഡങ്ങൾ അതിന് കൊടുക്കാനും പറ്റും. പുതിയ നിയമപരമായ അറിവുകൾ അതിൽ നമുക്കും പകരാൻ സാധിക്കും. ഇനി ഇതുപോലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇതുകൊണ്ട് ആദ്യം ഒരു പ്രയോജനമില്ലെന്ന് അന്നത്തെ മെന്റൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു. എന്നോട് ചോദിച്ച ചോദ്യം, അന്നത്തെ മെന്റൽ സെക്രട്ടറി എന്നോട് ചോദിച്ചത്, രാധാകൃഷ്ണൻ എന്തിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്, യുവന്മാരൊന്നും ശരിയാകില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ഈ KFCMD ഇപ്പോൾ ഇരിക്കുന്ന പ്രധാന ആൾക്കാർ. ഈ വലിയ വലിയ സ്ഥാപനങ്ങളാണ് ഉണ്ടായത്. അതാണ് ഞാൻ ഈയിടെ ബാംഗ്ലൂരിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയ കുറച്ച് ഫോട്ടോ സന്തോഷത്തിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഓളെ കെട്ടിടങ്ങളുമായിട്ടുള്ള കുറച്ച് ഫോട്ടോ ഇന്നത്തെ ഈ സ്ഥാപനത്തിൻ്റെ രീതിയിലാണ്. അവിടെ സ്റ്റുഡൻസിന് വേണ്ടിയാണ് ക്ലാസ് എടുത്താൽ പിള്ളേർ അന്തം വിട്ടു പോകും. ഇനി എത്ര മാറ്റം വരും. അതുകൊണ്ട് നിയമങ്ങളെ പേടിക്കേണ്ട, കാര്യങ്ങൾ ചെയ്യുക. നിയമങ്ങൾ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിസബിലിറ്റി കമ്മീഷനുകളുണ്ട്, നിയമം ഉണ്ടാക്കുന്ന പ്രധാന ആൾക്കാരുടെ ആളാണ്. ഇവർക്കെല്ലാം ഇവരെയൊക്കെ സമീപിച്ചാൽ അവർ വേണ്ട സഹായം ചെയ്തു തരുന്ന ആൾക്കാരാണ്. അതിൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ് നമുക്ക് 2012 നിയമം ഉണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ആ രീതിയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. കേരള ഫെഡറേഷൻ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുക. ബാക്കി പുറകിലുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റും. വേൾഡ് അസോസിയേഷന് ഇതൊരു പ്രശ്നം ഒരു കാളവണ്ടിയാണെങ്കിൽ നിങ്ങൾ കാളയുടെ സ്ഥാനത്ത് നിന്നാൽ വേൾഡ് അസോസിയേഷൻ പുറകെ തള്ളിത്തരും. പക്ഷെ വേൾഡ് അസോസിയേഷൻ പിടിച്ച് കാളയുടെ സ്ഥാനത്ത് നിർത്തി മാറ്റി നോക്കിയാൽ സാധിക്കില്ല. ഞങ്ങളല്ല പ്രൈമറി ഇതിൻ്റെ യൂസേഴ്സ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ നിയമപരമായിട്ട് അതിൽ സാങ്കത്യമില്ല. അതുകൊണ്ട് ആ രീതിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കേരള ഫെഡറേഷൻ കൂടുതൽ ശക്തി പ്രാപിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ആഹ്വാനത്തോട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിയമത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിയമം അത് വേണോ വേണ്ടയോ എന്ന് 2 ചർച്ചകൾ പറഞ്ഞിട്ട് വരുമ്പോൾ ഒരു വശത്ത് കഴിഞ്ഞ 2 ആഴ്ച 3 ആഴ്ച ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഞാൻ എൻക്വയറി ചെന്ന് സ്ഥാപനത്തിൽ കയറി ചെന്നപ്പോൾ അവിടെ അച്ഛനും അമ്മയുണ്ട്. മോനെ കാണിച്ചു, മോൻ കിടക്കുന്നത് 35 വയസ്സുള്ള എന്തിനെ ചികിത്സ. അവിടെയാണ് നടന്നിട്ടുണ്ടാവും ഇങ്ങനെ തല്ലിക്കൊന്നത്, ചവിട്ടിക്കൊന്നത്. കെയർ ടേക്കറിനെ അറസ്റ്റ് ചെയ്തു. ഞാൻ കോടതിയോട് ചെല്ലുകയും അന്വേഷണം ചെയ്തപ്പോൾ ആ കെയർ ടേക്കർ എന്ന് പറഞ്ഞ പയ്യൻ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ക്രിമിനൽ, അവനെയാണ് ഇവിടെ കെയർ ടേക്കറായിട്ട്. അവന് വയസ്സ് 24 വയസ്സ്. പാലക്കാട്ട് കണ്ണമ്പ്ര എന്നുള്ള ഒരു വീട്ടിലെ ഒരു പാവപ്പെട്ട സാധാരണക്കാര മനുഷ്യൻ, 34 വയസ്സിന് ആരോഗ്യമുള്ള മനുഷ്യൻ, അവനെയാണ് ഈ 24 വയസ്സുകാരൻ ചവിട്ടിക്കൊന്നത്. അന്വേഷിച്ചപ്പോൾ കാരണമൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് പോലീസിനെ വിളിച്ചു, പോലീസ് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു, ഇവിടെ എവിഡൻസ് കൊണ്ടുവരാൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് ചോദിച്ചു, പ്രതി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. ബാക്കിയുള്ളവർ ഇവരെ അറസ്റ്റ് ചെയ്തിപ്പോൾ അതല്ല സാറേ ഇവരെ പോലീസുകാരെ ഷൗട്ട് ചെയ്ത ശേഷം നോക്കിയപ്പോൾ ഈ സ്ഥാപനം നല്ല പേരും രജിസ്ട്രേഷനൊക്കെ വെച്ചിട്ട് കീഴിലെ ബോർഡ് എൻ്റെ ബോർഡിനെക്കാട്ടും നല്ല ഗംഭീര ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർ സ്കൂളിൽ പോയിട്ടില്ല. ഒരാളുടെ ഫേമസ് കൊടുത്തിട്ടുണ്ട്. 16 വർഷമായിട്ട് നടക്കുന്ന വിദ്യാഭ്യാസ സെൻറ്റർ സ്പെഷ്യൽ സ്കൂളാണ്. ഞാനിവിടെ സ്ഥാപനത്തിന് റിപ്പോർട്ട് ചോദിച്ചു, ഇത്രയും വർഷമായിട്ട് 100 താഴെ നടക്കുന്ന സ്ഥാപനത്തിന് കണ്ടില്ല, റിപ്പോർട്ട് തരാമോ? പറഞ്ഞിത്രേ ഉള്ളൂ. 22 വയസ്സുള്ള ചെറുക്കൻ, 24 ചെറുക്കൻ, ഈ 32 വയസ്സുള്ള ചെറുക്കനെ വെട്ടി ചാപ്പിട്ട് പോകും. ഞാൻ പോലീസിനെ വിളിച്ചു ചോദിച്ചു, എന്താ വിഷയം, കാര്യം പറയാം. ഇല്ല സാർ, അവനെ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല. ഇവർ കാര്യം മനസ്സിലായി, എന്തായിരുന്നു രോഗം ഡോക്ടർ മനസ്സിലായി. തിരിച്ച് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരെ ഈ കെയർടേക്കർ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവൻ ആരെങ്കിലും അവൻ തള്ളി താഴെ ചില വശങ്ങൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഞാൻ
ശക്തമായിട്ട് പോലീസിനെ ശകാരിച്ചു. ഹൈക്കോടതിയിലെ എൻ്റെ സുഹൃത്ത് ജഡ്ജിയോട് ഞാൻ വിളിച്ചു ചോദിച്ചു, തൃശ്ശൂർ ജഡ്ജി എല്ലാവരും എൻ്റെ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു, സാധാരണ പറഞ്ഞു ഞാൻ നടപടിയെടുത്ത് ഫയലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാധാകൃഷ്ണനോട് പറഞ്ഞല്ലേ ഒരുപാട് ഞാൻ പറഞ്ഞു കോൺഗ്രസ് സംസ്ഥാനത്തിലെ പറഞ്ഞത് ധാരാളം സ്ഥാപനങ്ങൾ നല്ല സ്ഥാപനങ്ങളും അച്ഛൻ്റെ അടക്കമുള്ള ഉള്ളപ്പോൾ ഈ ചെറിയൊരു തട്ടുകൾ വെച്ച് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വലിയ ബാധകമാണ്. അനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. നിയമത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിയമം നമുക്ക് ആവശ്യമാണ്. അത് സന്തോഷം പറഞ്ഞതിനോട് വീണ്ടും ഞാൻ അടിവരയിടാനായിട്ട് ഉദ്ദേശിക്കുക. ഇവിടെ പറയപ്പെട്ട നിയമങ്ങളെല്ലാം ഞാൻ സെഷന് പോകുമ്പോൾ നോക്കുന്നതാണ്. 19 രജിസ്റ്ററുകൾ വേണം എന്നുള്ളതാണ്. ആ രജിസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം വീണ്ടും അത് മോഡിഫൈ ചെയ്തു. അത് ഞാനിവിടെ കൂടിയാണ് അത് മോഡിഫൈ ചെയ്ത കമ്മിറ്റിയിലുണ്ടായത്. ഇവിടെ നമുക്ക് നിയമങ്ങൾ വേണ്ടവണ്ണം പാലിച്ച അത് സ്ഥാപനത്തിനാണ് ഒരു പരിധിവരെ ഗുണം. ഇവിടെ ഡോക്ടർ സന്തോഷമൊക്കെ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിച്ചയാൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ മുമ്പ് വരെ 120 ദിവസം സെൻട്രൽ ജയിലിൽ കിടന്നു. 120 ദിവസം സെൻട്രൽ ജയിലിൽ കിടന്നതിന്റെ കാര്യം എന്താണ്? അദ്ദേഹത്തിന് ഒരു ഫയലുമില്ല, ഒരു രജിസ്റ്ററുമില്ല. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പല സ്ഥാപനങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. എനിക്ക് 16 വർഷം മുമ്പ് കിട്ടിയ ഒരു സ്ത്രീയെ ഞാനൊരു സ്ഥലത്ത് ആക്കിയിരിക്കുകയാണ്. ആ സ്ത്രീക്ക് മാനസിക രോഗമാണ് എനിക്ക് കൊടുക്കുന്നത്. അന്യസംസ്ഥാനത്തിൽപ്പെട്ട ആളെ വേറൊരു വീട്ടിൽ താമസിപ്പിച്ച് ഞാനിങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കത്ത് വാങ്ങിക്കുക, മെമ്പർ കത്ത് വാങ്ങിക്കുക. ഇന്നലെ മെമ്പറുടെയും പോലീസിന്റെയും കത്തുമായി അദ്ദേഹം വന്നു. അപ്പോൾ ഞാൻ ആ കത്ത് സഹിതം അദ്ദേഹത്തെ സ്ഥാപനത്തിനെടുത്തു. അതിനുശേഷം ഞാൻ സ്ഥാപനത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് കൊടുത്തു. ഇന്ന പോലീസിന്റെ കത്ത് മുഖേന ഇന്നൊരാൾ വന്നിട്ടുണ്ട്, ആ ആളെ ഇവിടെ എടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ ഇൻഫോം ചെയ്തു. അത്രയും ഇൻവോം ചെയ്താൽ എന്താണ് നമുക്ക് ഗുണം? നമ്മൾ സേഫ്. അപ്പം നമുക്ക് സേഫ് ആകാൻ പറ്റുന്ന വഴികൾ നമ്മൾ ചെയ്യണം. നമ്മൾ രജിസ്റ്ററിൽ ഒരാൾ പോയി വന്നു എന്നുള്ളത് എത്തിച്ചേർക്കുന്ന ആദ്യ സമയത്ത് അതൊന്ന് ക്രോഡീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. വൺസ് വി ആർ ഇൻ ദ ട്രൈ നമുക്കത് വളരെ ഗുണകരമാണ്. ഡിസബിലിറ്റി വിത്ത് ഓൾഡ് ഏജ് പ്രോബ്ലം സമൂഹം നേരിടും. നമുക്കറിയാം, യുവതലമുറ പണത്തിന് പുറകെ ഓടുമ്പോൾ മാതാപിതാക്കളെ നാട്ടിൽ വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു പ്രോബ്ലമുണ്ട്. അവരുടെ സുരക്ഷിതത്വവും അവരുടെ ഭാവി ജീവിതവും അതൊരു പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുകയാണ്. 2, മാനസികാരോഗ്യ രംഗത്ത് ആവശ്യമായ ഡോക്ടർമാർക്ക് കുറവുണ്ട്. കാരണം കോട്ടയം ജില്ലയിൽ തന്നെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ കുറച്ച് ഡോക്ടർമാരേ ഉള്ളൂ. ഈ ഞാൻ അന്വേഷിച്ചിടത്തോളം പല മെഡിക്കൽ ബോർഡിലും കൂടാൻ ഈ മെൻ്റലി മാനസിക രോഗ ഡോക്ടർമാരെ ലഭ്യമാണ്. ഇപ്പോൾ പാല പോലെയുള്ള പല സ്ഥലങ്ങളിലും പല മാസങ്ങളോളം അപേക്ഷ കെട്ടിക്കിടന്നതിന് ശേഷമാണ് മെഡിക്കൽ ബോർഡ് കൂടുന്നത്. അത് തന്നെ ഗവൺമെൻറ് ഡോക്ടർമാരെ കിട്ടാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ മെൻ്റൽ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൈക്കാട്രിസ്റ്റിനെ ഉപയോഗിച്ചിട്ടാണ് മെഡിക്കൽ ബോർഡ് നടത്തുന്നത്. നമ്മൾ ഒരു മാനസിക രോഗി ഫിസിക്കലും മെന്റലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു വരികയെന്നതിനെ കമ്പനിയായിട്ട് ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഒരു ദൈവികമായ ഒരു ചൈതന്യം, ഒരു ദൈവികമായ ഈ എളിമലില് ദൈവമാണ് എന്നുള്ള ഒരു ചിന്ത വിളിച്ചു പോയ അനേകരുണ്ടായി. അതിൽ നിന്നാണ് നമ്മുടെ ഈ സംസ്ഥാനമായാലും ഇവിടെ ടോമിച്ചിനായാലും ഞങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചേച്ചി സഭാനും എല്ലാവരും നടന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ആത്മീയതയുടെ മനുഷ്യരിൽ ഇപ്പോൾ എല്ലാ മനുഷ്യരും മനുഷ്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നു. അതിനേക്കാളും വലിയ ഒരു ഞങ്ങളൊക്കെ വളർന്നതാണ് ആഗ്രഹം. ഈ എളിവന്റെ ദൈവമാണ്, അല്ലെങ്കിൽ ഈ രോഗി ദൈവമാണ്. അങ്ങനെ വന്ന് അവനെ കെട്ടിപ്പിടിക്കാനും കാൽപ്പിക്കാനും എല്ലാം നടന്നുകൊണ്ട് അതിൻ്റെതായിട്ട് മാറി. കുറെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്ന് ആ ഇതിലേക്കാണ് കുറെ നിയമങ്ങൾ കടന്നു വന്നത്. ഈ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വെച്ചവരൊക്കെ വളരെ മൂല്യമുള്ള ചാരിറ്റി ഓറിയന്റഡ് ആൾക്കാരായിരുന്നു, ആണുകാരും. അതിൻ്റെ കൂടെ ചേർക്കപ്പെട്ട എംപ്ലോയീസ് ഉണ്ട്, MSWs ഉണ്ട്, നേഴ്സസ് ഉണ്ട്, സ്റ്റാഫുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ വിത്ത് എക്സാമ്പിൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാനൊരു എൻ്റെ പെങ്ങളുടെ മകനെ ഒരു സ്ഥാപനത്തിൽ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടി നിർത്തിയപ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യം എന്നോട് പറഞ്ഞു.
അവിടെ ഒരു 18 വയസ്സുള്ള ഒരു യുവാവിനെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവർക്ക് വയലൻ്റ് ആയിരുന്നു. അവരെ ഹാൻഡിൽ ചെയ്ത അവർക്കൊക്കെ ഇച്ചിരി മെൻ ഹാൻഡിലിങ് കിട്ടി. അപ്പോൾ അവരെന്നാ ചെയ്ത് ഒതുക്കത്തിൽ ഇവനെ നല്ലപോലെ ഇടിച്ച് ഒരു പരുവത്തിലാക്കി എന്ന് എൻ്റെ പെങ്ങളുടെ മകൻ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള പരിപാടികളോട് ചേർക്കപ്പെടുന്ന MSWs, സ്റ്റാഫ്, ഔട്ട്സൈഡേഴ്സ് എല്ലാവർക്കും അച്ഛൻ പറഞ്ഞ പോലെയുള്ള സ്നേഹത്തിൻ്റെ കൈൻഡ്നസിൻ്റെ ഉള്ള ഉപാധികൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധിക്കും. സ്ഥാപനങ്ങളാണ് നിയമത്തിന് മുന്നിൽ വരുമ്പോൾ ഇതിനകത്ത് തുടരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ നിയമമില്ലെന്നും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, ശക്തമായ നിയമം തന്നെയുണ്ട്. പക്ഷെ അത് ഫോളോ ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും നമ്മൾ ഇതിനകത്ത് മാറ്റം ഉണ്ടാവും. ഇടയ്ക്ക് കെട്ടിപിടിക്കുന്നത് തല്ലിക്കോട്ടെ, കുറച്ച് ദിവസം വർഷം കൊടുക്കാതിരുന്നോട്ടെ, എത്ര പേരുന്നത് എഴുതാതിരുന്നോട്ടെ, അങ്ങനെ പോകാതെ ആ നിയമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ക്വാളിറ്റി ഇവിടെ എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ തത്വമസിയെ പറ്റി പറഞ്ഞു, റിയലല്ലോ ശബരിമലയുടെ അപ്പം മനുഷ്യരിലെ ദൈവം ഉണ്ടെന്നുള്ളത് തന്നെയാണ്